ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരാണ്. അതായത് ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, അതായത് പ്രകാശനം ലഭിച്ചപ്പോഴാ രക്ഷ രക്ഷിക്കപ്പെട്ടത്, പ്രകാശനം ലഭിച്ചപ്പോഴാ ഈ കൃപയിലേക്ക് വന്നത്, പ്രകാശനം ലഭിച്ചപ്പോഴാ സ്നാനപ്പെട്ടത്, പ്രകാശനം ലഭിച്ചപ്പോഴാ ആദ്യഭാഷയിൽ അഭിഷേകമൊക്കെ പ്രാപിച്ചത്. പക്ഷേ ഹല്ലേലൂയ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തിന്റെ വലിയ കൃപകളെ അനുഭവിച്ചു. പക്ഷെങ്കിൽ പിന്നീടുള്ള ജീവിതത്തിന്റെ താളപ്പിഴകൾ മുഖാന്തരം പിന്മാറുന്ന അനുഭവം ഉണ്ടായി. പിന്മാറുന്ന അനുഭവം ഉണ്ടായാൽ അവനെ പിന്നെയും മാനസാന്തരത്തിലേക്ക് ഒതുക്കുവാൻ കഴിവുള്ളതല്ലെന്നാ പറഞ്ഞത്. അങ്ങനെയുള്ളവരുടെ അവസാനം ഭൂമി തനിക്ക് ഹിതകരമായ കൃഷിയാദികളെ കൃഷിക്കാരന് വേണ്ടി വിളയിക്കുന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ ചുട്ടുകളയത്രേ അതിന്റെ അവസാനം. അപ്പോൾ ചുട്ടുകളയ, അപ്പോൾ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കുന്ന ഭൂമിയാണെങ്കിൽ നമുക്ക് ചുട്ടുകളയാനേ പറ്റത്തുള്ളൂ. അതുപോലെ കർത്താവ് നമ്മയും കണ്ടിരിക്കുന്നത് മുള്ളും ഞെരിഞ്ഞിലും കർത്താവിനെ വേദനപ്പെടുത്തുന്ന, കർത്താവിന് ഹിതകരമല്ലാത്ത പ്രവൃത്തികൾ, കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ നിന്റെ ജീവിത വിശുദ്ധി കൊണ്ട്, ജീവിത പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് നീ സുഗന്ധമാകണം. അതാ പറഞ്ഞു വന്നത്. ജീവിതം കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സുഗന്ധമാകണം. അല്ലാതെ സ്പ്രേ അടിച്ച് നടന്നിട്ട് വില കൂടിയ സ്പ്രേയാ ഞാൻ അടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ശരീരത്തിലെ ദുർഗന്ധം മാറുന്നതേ ഉള്ളൂ. ശരീരത്തിനകത്തെ മനസ്സിനകത്തെ ദുർഗന്ധം മാറണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനാൽ നീ സമ്പൂർണ്ണമായി രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിന്റെ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് ജീവിക്കണം. ശരീരത്തിന്റെ ദുർഗന്ധം മാറിയത് കൊണ്ട് രക്ഷ സാധ്യമാകുകയില്ല. അന്തരംഗത്തിലെ മനസ്സിനെ അഴിക്കും, മനസ്സിനെ ദുർഗന്ധവും മാറിയെങ്കിൽ രക്ഷയുടെ പൂർത്തീകരണത്തിലെത്താൻ സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട്